എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2026 ഫെബ്രുവരി 25, 26 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് യോഗ്യതയിൽ ഒരുപാട് പരീക്ഷ നടക്കാനുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ തന്നെ ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് തന്നെ പ്രിലിംസ് കടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കടമ്പ കടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെറും 749 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാവുന്നതാണ്. ദെൻ ഇതിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ന്യൂ ആൻഡ് ഓൾഡ് SCET ക്ലാസ്സുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാമുകൾ ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഉണ്ടാവും, ദെൻ ഇതിന്റെയൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ പറയുന്ന 749 രൂപ എന്ന് പറയുന്നത്. സോ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് നമ്മുടെ 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി തന്നെ പറഞ്ഞു ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമെന്ന്. അപ്പോൾ കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായിട്ട് 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ VP ജോയ്. ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹം എന്ന് പറയുന്നത് മുൻ ചീഫ് സെക്രട്ടറിയാണ്. ദെൻ ഈ ഒരു കമ്മീഷനിൽ 2 അംഗങ്ങളുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നെന്ന് പറയുന്നത് രാജഗോപാലൻ നായരാണ് കേട്ടോ. രാജഗോപാലൻ നായരാണ്. ദെൻ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീലതാ സുകുമാരനാണ് കേട്ടോ. ശ്രീലതാ സുകുമാരനാണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ VR ശോഭയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ സെക്രട്ടറി. ഒരു കമ്മീഷന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് VR ശോഭയാണ്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് VBR സുബ്രഹ്മണ്യത്തിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയിട്ട് അധിക ചുമതല നൽകപ്പെട്ടത് ആർക്കാണ്? അപ്പൊ എന്താണ് VBR സുബ്രഹ്മണ്യമായിരുന്നു നീതി ആയോഗിന്റെ CEO എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു. ഇനി എന്താണ് പുതിയ ഒരു ചുമതല നൽകിയിരിക്കുകയാണ്. അതായത് ഒരു താൽക്കാലിക ചുമതല നൽകിയിരിക്കുകയാണ്. അത് നിധി ചിബ്ബർ. ആർക്കാണ്? നിധി ചിബ്ബറിനാണ്. ഇന്ന് കൃത്യമായിട്ട് ഓർക്കുക. നമുക്കറിയാം നീതി ആയോഗ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നതാണ്. 2015 വന്നത് അല്ലെ. 2015 ജനുവരി 1 ഈ പറയുന്ന നീതി ആയോഗ് നിലവിൽ വന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ നീതി ആയോഗ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിലവിലെ നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. ദെൻ വൈസ് ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുമൻ ബെറി ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ CEO ആരായിരുന്നു? BVR സുബ്രഹ്മണ്യം ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ടെന്യൂർ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇടക്കാല CEO നിയമിച്ചിരിക്കുകയാണ്. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിധി ചിബ്ബർ ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ 2025 പുരസ്കാരങ്ങളാണ് എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത്. അപ്പോൾ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട 8 കാറ്റഗറികളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ ഏതൊക്കെ കാറ്റഗറികളാണെന്നും അതിൽ ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയതെന്നും അവരുടെ ഏത് സൃഷ്ടിക്കാണ് അവാർഡ് കിട്ടിയതെന്നും നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കിപ്പോവാം. അപ്പൊ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കഥ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാറ്റഗറിയിൽ ഇത്തവണ 2 പേർക്കാണ് അവാർഡ്. ഒരാളെന്ന് പറയുന്നത് ശ്രീജിത്ത് മൂത്തേടത്താണ്. ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്താണ്. പെൻഗ്വിനുകളുടെ വൻകരയിൽ. ഏതാ കഥ? പെൻഗ്വിനുകളുടെ വൻകരയിൽ. ഈ പുസ്തകം ഓർമ്മയില്ലേടാ? നമ്മുടെ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ഈ പറയുന്ന ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ഏതിനാണ്? പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകത്തിനാണ്. അപ്പൊ പഠിച്ചു വെച്ചേക്കെ. ദെൻ ഇനി മറ്റൊരാൾക്ക് കൂടി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PV ഷാജികുമാറിനാണ്. അദ്ദേഹത്തിന്റെ ജാനകി ഉണ്ടാക്കിയ കഥകൾ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. അപ്പൊ 2 പേർക്ക് കഥയ്ക്കുള്ള പുരസ്കാരം കിട്ടി. ഇനി ബാക്കി കാറ്റഗറികൾ നോക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും. പ്രധാനമായിട്ടും ഈ കഥ എന്ന് പറയുന്ന കാറ്റഗറിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി കവിത എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പൊ അതിൽ പുരസ്കാരം കിട്ടിയത് രാവുണ്ണി. കൃതി എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് മാവമ്മ എന്ന് പറയുന്ന കവിതയ്ക്ക് ആർക്കാണ്? രാവുണ്ണിക്കാണ്. ഇനി അടുത്തത് ശാസ്ത്രം എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് പ്രദീപ് ഓർക്കാട്ടേരി. ആർക്കാണ്? പ്രദീപ് ഓർക്കാട്ടേരിക്കാണ്. അദ്ദേഹത്തിന്റെ പുല്ലരി മധുരം മുത്താറി മുതൽ മലഞ്ചാമ വരെ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് പുരസ്കാരം കിട്ടിയത്. ദെൻ അടുത്തത് വൈജ്ഞാനികം. ആ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് ഫൈറോസ് ബീഗം പി. ആർക്കാണ്? ഫൈറോസ് ബീഗം പിക്കാണ്. വീട്ടിലെത്തിയ വിരുന്നുകാർ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്ന കാറ്റഗറി. ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുന്ന കാറ്റഗറി. ഇവിടെ അവാർഡ് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലീസ് ജോസഫ്. ആർക്കാണ്? ഫില്ലീസ് ജോസഫിനാണ്. ഏതാണ് പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന്റെ കവികൾ. എന്താണ്? മലയാളത്തിന്റെ കവികൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് വിവർത്തനം അല്ലെങ്കിൽ പുനരാഖ്യാനം എന്ന് പറയുന്ന കാറ്റഗറി. അതിൽ M ചന്ദ്രപ്രകാശിന്റെ പുരസ്കാരം ഏത് പുസ്തകത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഫെലൂദ. എന്താണ്? ഡിറ്റക്റ്റീവ് ഫെലൂദ എന്ന് പറയുന്ന
പുസ്തകത്തിനാണ് പുരസ്കാരം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ദെൻ ഇനി ബാക്കിയുള്ള 2 കാറ്റഗറികൾ എന്ന് പറയുന്നത് ജി ശ്രീകണ്ഠന് കിട്ടിയ നാടകം എന്ന് പറയുന്ന കാറ്റഗറി പുരസ്കാരം കിട്ടിയത് ജി ശ്രീകണ്ഠനാണ്. നാടകത്തിന്റെ പേര് മുതലക്കെട്ട്. എന്താണ് മുതലക്കെട്ട് എന്ന് പറയുന്ന നാടകത്തിനാണ്. ദെൻ ലാസ്റ്റ് വൺ ചിത്രീകരണം എന്ന് പറയുന്ന കാറ്റഗറി അവാർഡ് കിട്ടിയത് അരുണ നാരായണൻ ആലഞ്ചേരിക്ക് കാട്ടിൽ ഒരു ഒളിച്ചുകളി എന്ന് പറയുന്ന സൃഷ്ടിക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞു 8 കാറ്റഗറികളാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഒരു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം ആകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട എന്തിനാണ് ഏത് കഥ അല്ലെങ്കിൽ ഏത് കവിത, ഈ ഒരു 2 കാറ്റഗറി പ്രധാനമായിട്ട് എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് തന്നെ വെച്ചേക്കുക. കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അറിവിടം വർക്ക് ബുക്കിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത്. അതായത് ഒരുപാട് പേർ വീണ്ടും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം. ഓൾറെഡി തന്നെ ഞങ്ങൾ അറിവിടം എന്ന് പറയുന്ന പേരിൽ SCRTക്ക് വേണ്ടിയിട്ട് ഒരു 4 പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. SS വേണ്ടിയിട്ട് പാർട്ട് 1 പാർട്ട് 2, ദെൻ സയൻസിന് വേണ്ടിയിട്ട് പാർട്ട് 1 പാർട്ട് 2. ഈ പുസ്തകങ്ങളുടെ ഒരു നല്ല റിവ്യൂ കാരണമാണ് ഈ ഒരു വർക്ക് ബുക്ക് എന്ന രീതിയിലേക്ക് ഞങ്ങൾ പോയത്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സോഷ്യൽ സയൻസിന്റെ ഒരു വർക്ക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പ്രാക്ടീസ് ബുക്ക്. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ബുക്കിൽ നിങ്ങൾക്ക് ഏകദേശം 2500ഓളം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതായത് ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിവിടം ബുക്ക് കയ്യിലുള്ള ഒരാൾക്ക് ഒരു പാഠം പഠിക്കുക, അതിനുശേഷം ഇതിലെ പ്രാക്ടീസ് ബുക്കിലെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുക. ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ട് അറിവിടം പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelgala.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ദെൻ 250 രൂപയാണ് ഇതിന്റെ നിലവിലെ റേറ്റ് എന്ന് പറയുന്നത്. സോ പിന്നീടാവട്ടെ എന്ന് കാത്തിരിക്കാതെ ഉടനെ തന്നെ പർച്ചേസ് ചെയ്യുക. കാരണം ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. കാര്യം ഈ ഒരു അറിവിടത്തിന്റെ കാര്യത്തിലായാലും ഹൈ ഓർഡേഴ്സ് കാരണം ഞങ്ങൾക്ക് ഒരു സമയത്ത് ഭയങ്കരമായ ഒരു പ്രതിസന്ധി, കാരണം ബുക്ക് അത്രയും പേർക്ക് ഒരുമിച്ച് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഞങ്ങൾ എന്തായാലും അങ്ങനെ ഡിലേ ഉണ്ടാക്കത്തില്ല. ഇത്തവണയും ഓർഡേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. സോ നിങ്ങളുടെ കോപ്പികൾ എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക, പ്രാക്ടീസ് ചെയ്യുക, SCRT സെറ്റ് ആക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങൾ കൊണ്ടേ ചർച്ചയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്ന് മാറ്റുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ പറഞ്ഞേ, സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം എന്താക്കണം, കേരളം എന്ന് മാറ്റുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരുപാട് കാലം കൊണ്ടേ പറയാണ്, കാരണം എല്ലാ രേഖകളിലും കേരള 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 എന്നാണ്. അത് മാറ്റി ഇനി മുതൽ എന്താക്കുന്നു, കേരളം എന്നാക്കുകയാണ്. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 3 ആണ് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ 3 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നത്. ഇരുസഭകളിലും അവതരിപ്പിക്കണം, അതിനെ രാഷ്ട്രപതി അംഗീകരിക്കണം, ഇങ്ങനെയുള്ള കടമ്പകളുണ്ട്. സോ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റം നടന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2011 കേട്ടോ. 2011 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒറീസ എന്ന് പറയുന്ന പേരിൽ നിന്ന് എന്തിലേക്ക് മാറി, ഒഡീഷ എന്ന പേരിലേക്ക് മാറി. അതാണ് ഏറ്റവും അവസാനമായിട്ട് നടന്ന ഒരു നെയിം ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം ഇതിനു മുൻപ് വേറെയും നടന്നിട്ടുണ്ട് കേട്ടോ. ഉത്തരാഞ്ചൽ ഉത്തരാഖണ്ഡ് ആയതും അതേപോലെ തന്നെ പുതുച്ചേരി പോണ്ടിച്ചേരി ആയതും ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കേരളത്തിന്റെ കാര്യം പറയാൻ പറ്റും. ദെൻ 2011 ഒഡീഷയുടെ കാര്യം പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു അനലൈസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് MDMA, മെത്താംഫെറ്റാമിൻ തുടങ്ങിയ രാസലഹരി ഉപയോഗം ഉമിനീരിലൂടെ വേഗത്തിൽ കണ്ടെത്തുന്നതിനായിട്ട് കേരള പോലീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ അത്യാധുനിക അനലൈസർ ഏതാണ്? അപ്പോൾ MDMA പോലുള്ള രാസവസ്തുക്കളുടെ ഉപയോഗം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ കേരള പോലീസ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയുള്ളൂ. ആ അനലൈസർ ഏതാണ് എന്നുള്ളതാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് സൊറ്റോക്സ അനലൈസർ. എന്താണ് സൊറ്റോക്സ അനലൈസർ എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഫോഴ്സ് എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് അടുത്തിടെ ഹൈക്കോടതി ഇടപെടലിലൂടെ വാർത്തകളിൽ ഇടം നേടിയ കോട്ടുള്ളി തണ്ണീർത്തടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്, കോട്ടുള്ളി തണ്ണീർത്തടം എവിടെയാണ്, ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇടപെടൽ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങളും കാര്യങ്ങളും ഒക്കെ നിർത്തിവെക്കണമെന്നും ഇതിനെ തണ്ണീർത്തടമായിട്ട്, അതായത് റാംസർ സൈറ്റ്, ഈ ഒരു തണ്ണീർത്തടത്തെ റാംസർ സൈറ്റ് ആയിട്ട് പരിഗണിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു 3 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഇത് വാർത്തകളിൽ ഇടം നേടുന്നത്. അപ്പോൾ മേ ബി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു റാംസർ സൈറ്റ് പ്രതീക്ഷിക്കാം. നമ്മുടെ കേരളത്തിൽ ഒരു റാംസർ സൈറ്റ് പ്രതീക്ഷിക്കാം. അപ്പോൾ നിലവിൽ നമ്മുടെ കേരളത്തിൽ 3 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ, ഇങ്ങനെ 3 റാംസർ സൈറ്റുകളാണ് നിലവിൽ നമ്മുടെ കേരളത്തിലുള്ളത്. അതൊക്കെ പ്രഖ്യാപിച്ചത് 2002 ആയിരുന്നു. അപ്പോൾ അതൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ഈ ഒരു കോട്ടുള്ളി തണ്ണീർത്തടം ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ
പ്രഖ്യാപിക്കുകയാണെങ്കിൽ, റാംസർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമ്മുടെ റാംസർ സൈറ്റുകളുടെ എണ്ണം, കേരളത്തിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം 4 ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അത് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ ജസ്റ്റ് വാർത്തകളിലൊക്കെ കണ്ടതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ നിലവിലെ, അതായത് ഇപ്പോൾ ഞാൻ ഈ നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു 2026 ഫെബ്രുവരി വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ റാംസർ സൈറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 98 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. ദെൻ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്, 20 എണ്ണമാണ്. ദെൻ രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്, 11 ആണ്. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്ന തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റാംസർ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? പാട്നയാണ് കേട്ടോ. പാട്ന ഉത്തർപ്രദേശിലാണ്. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ബാക്കി വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകും. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാനായിട്ട് ആരംഭിക്കുന്ന ഏബിൾ പോയിന്റ് പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് എവിടെയാണ് നിലവിൽ വരുന്നത്? അപ്പൊ എന്താ പറഞ്ഞേ? ഏബിൾ പോയിന്റ് എന്ന് പറയുന്ന ഔട്ട്ലെറ്റ്, അതായത് ഏബിൾ പോയിന്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇത് കാക്കനാടാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഏബിൾ പോയിന്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു ഔട്ട്ലെറ്റ് എന്ത് ചെയ്യുന്നത്? കാക്കനാട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഔട്ട്ലെറ്റ് വരുന്നത്. സോ അതുകൂടെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണ്? സോ ഇതിന്റെ ആദ്യത്തെ ഘട്ടത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? ഇതിന്റെ ആദ്യഘട്ടം നമ്മുടെ സംസ്ഥാനത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാടാണ്. കല്യാട് എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ കല്യാടാണ് നിലവിൽ വന്നത്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മൻ കി ബാത്ത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രോഗ്രാം ആണ് അല്ലെ. അപ്പൊ അതിൽ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ 2026 ഫെബ്രുവരിയിലെ മൻ കി ബാത്തിൽ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത്, അവയവദാനത്തിലൂടെ 5 പേർക്ക് ജീവൻ നൽകിയ ആലൻ ഷെറിൻ. എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആരെന്ന് പറയുന്നത്? ആലൻ ഷെറിൻ അല്ലെ. ഈ ഒരു കുഞ്ഞിന്റെ അവയവങ്ങൾ 5 കുഞ്ഞുങ്ങൾക്കാണ് പോയി ചേർന്നത്. ദെൻ അതിനുശേഷം മറ്റൊന്ന്, തിരുനാവായയിൽ നടന്ന കുംഭമേള. അപ്പോൾ നമ്മുടെ തിരുനാവായ, മലപ്പുറം ജില്ലയിലെ തിരുനാവായ അല്ലെങ്കിൽ മാമാങ്കം നടന്നിരുന്ന തിരുനാവായ, അവിടെ നടന്ന കുംഭമേളയെ പറ്റി ഇദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിക്കുകയുണ്ടായി. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിലെ 570 ഇനം ധാന്യങ്ങൾ കൃഷി ചെയ്ത പെരിങ്ങോട്ടുകര ഗ്രാമം. എന്താണ്? പെരിങ്ങോട്ടുകര ഗ്രാമം. അപ്പോൾ ഈ പെരിങ്ങോട്ടുകര ഗ്രാമം, അപ്പൊ ഈ 3 കാര്യങ്ങളെ പറ്റി, നമ്മുടെ കേരളത്തിലെ ഈ 3 കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്യുകയുണ്ടായി? 2026 ഫെബ്രുവരിയിലെ മൻ കി ബാത്തിൽ മോദി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അത് മാത്രമല്ല, തമിഴ്നാട്ടിലെ ജയലളിത, മുൻ മുഖ്യമന്ത്രിയായ ജയലളിതയെ പറ്റിയും എന്ത് ചെയ്യുകയുണ്ടായി? നരേന്ദ്രമോദി പരാമർശിക്കുകയുണ്ടായി. സോ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു ഫോസിൽ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് റീസെന്റ് ആയിട്ട് സഹാറ മരുഭൂമിയിൽ നിന്ന് ഒരു ദിനോസറിന്റെ ഫോസിൽ എന്ത് ചെയ്തു? കണ്ടെത്തി. അതായത് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ സ്പൈനോസോറസ് മിറാബിലിസിന്റെ ഫോസിൽ കണ്ടെത്തപ്പെട്ടത് ഏത് മരുഭൂമിയിലാണ്? അപ്പൊ എന്താ പറഞ്ഞേ? സ്പൈനോസോറസ് മിറാബിലിസിന്റെ ഫോസിൽ കണ്ടെത്തപ്പെട്ടത് ഏത് മരുഭൂമിയിലാണ്? സഹാറ മരുഭൂമി. എവിടെയാണ്? സഹാറ മരുഭൂമിയിലാണ്. വളരെ കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. കാര്യം ഈ ഒരു ഫോസിലുകളൊക്കെ കണ്ടെത്തപ്പെടുന്നത് പല സമയങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സഹാറ മരുഭൂമിയിൽ നിന്നാണ് എന്ത് ചെയ്തത്? കണ്ടെത്തിയത്. ഇനി അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെ ഡ്രാഗൺ ദിനോസർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇതിനെ ശാസ്ത്രജ്ഞരൊക്കെ വിളിച്ചത് ഹെൽ ഹെറോൺ എന്നാണ് കേട്ടോ. ഹെൽ ഹെറോൺ എന്നാണ് ശാസ്ത്രജ്ഞരൊക്കെ വിളിച്ചത്. സോ അതും കൂടെ നോട്ട് ചെയ്യുക. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയം ഏതാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയം ഏതാണ്? ഇത് പ്രഹാറാണ് എന്നുള്ളൊരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് പ്രഹാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പ്രഹാറിന്റെ 7 അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ്? ഇനി ഡിഗ്രി ലെവൽ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചേക്കുക, പില്ലേഴ്സ് ഓഫ് പ്രഹാർ. അപ്പോൾ പ്രഹാറിന്റെ പ്രധാനപ്പെട്ട എന്താണ് 7 അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് പ്രിവെൻഷൻ അഥവാ പ്രതിരോധം. അടുത്ത 6 എന്ന് പറയുന്നത് റെസ്പോൺസസ് അഥവാ പ്രതികരണം. ദെൻ അടുത്തത് എ എന്ന് പറയുന്നത് അഗ്രിഗേറ്റിംഗ് ഏകോപനം. അടുത്തത് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശം. ദെൻ അടുത്ത എ എന്ന് പറയുന്നത് അറ്റുനേറ്റിംഗ് അത് ലഘൂകരിക്കൽ. ദെൻ അടുത്തതെന്ന് പറയുന്നത് അലൈനിങ് അണിനിരത്തൽ. ദെൻ ലാസ്റ്റ് വൺ റിക്കവറി, 6 എന്ന് പറയുന്നത് റിക്കവറി അതിജീവനം. സോ ഈ 7 കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് പ്രഹാർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾ. 7 അടിസ്ഥാന തത്വങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഇതിന് മുൻപൊക്കെ നമ്മുടെ ബജറ്റിൽ തന്നെ സപ്തഋഷികൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞൊക്കെ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങൾ ഡിഗ്രിക്കാരെന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ടാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത്
തന്നെ എടുത്ത് പഠിക്കുക, റൈറ്റ് ഡൗൺ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ പ്രഹാറിന്റെ 7 അടിസ്ഥാന തത്വങ്ങളാണ് ഈ പറഞ്ഞത്. PRAHAAR എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ മലയാളവും പഠിക്കുക, ഇംഗ്ലീഷും പഠിക്കുക, കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ പ്രകൃതി സഞ്ചാര സാഹിത്യകാരൻ ആരാണ്? അത് എഡ്വേർഡ് ഹോഗ്ലാൻഡ്. ആരാണ്? എഡ്വേർഡ് ഹോഗ്ലാൻഡ് ആണ്. കൃത്യമായിട്ട് ഈ ഒരു പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം കാഴ്ചാ പരിമിതികളെ മറികടന്ന് അദ്ദേഹം ജീവികളുടെയൊക്കെ കഥകൾ എഴുതിയൊരു വ്യക്തിയാണ് ഈ പറയുന്ന എഡ്വേർഡ് ഹോഗ്ലാൻഡ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മറ്റൊരു റെക്കോർഡ് ക്ലാസ്സിനെ പറ്റിയാണ് ഇനി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അതായത് ഈ വർഷം നടക്കാനിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാം ആണ് വെബ്കോ LD വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് ഒക്കെ. സോ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ചാനലിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 1499 എന്ന് പറയുന്ന റേറ്റിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. 200 മണിക്കൂറുള്ള ക്ലാസ്സുകളുണ്ട്, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളുണ്ട്, ന്യൂ ആൻഡ് ഓൾഡ് SCRT ക്ലാസ്സുകളുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, ടോപ്പിക് ബേസ്ഡ് എക്സാംസ് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടി ചേർത്ത് 1499 എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് നൽകുന്നത്. മെന്റർ സപ്പോർട്ട് ഉണ്ട് കേട്ടോ, പിന്നെ സിലബസും കവർ ചെയ്യും. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളായിരുന്നു. അതിൽ ആദ്യത്തേത് എന്തായിരുന്നു? 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ VP ജോയ് അല്ലെ, മുൻ നമ്മുടെ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അടുത്തത് നിധി ചിബറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് BVR സുബ്രഹ്മണ്യത്തിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയിട്ട് ചുമതലയേറ്റതാരാണ്? നിധി ജിബർ ആണ്. അടുത്തെന്ന് പറയുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതായത് കഥ എന്ന് പറയുന്ന കാറ്റഗറി. ഇവിടെ 2 പേർക്ക് പുരസ്കാരം കിട്ടി. ഒന്ന് ശ്രീജിത്ത് മൂത്തേടത്താണ് പെൻഗിനുകളുടെ വൻകരയിൽ. അടുത്തതെന്ന് പറയുന്നത് PV ഷാജികുമാർ ആണ് ജാനകി ഉണ്ടാക്കിയ കഥകൾ. ഇതിൽ ഈ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയ പുസ്തകമാണ്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിന് പകരം കേരളം എന്ന് മാറ്റുന്നതിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് ഉടനെ തന്നെ വരും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മളത് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷം MDMA, മെത്താഫെറ്റാമിൻ തുടങ്ങിയ രാസലഹരി ഉപയോഗം ഉമിനീരിലൂടെ വേഗത്തിൽ കണ്ടെത്തുന്നതിനായിട്ട് കേരള പോലീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയ അത്യാധുനിക അനലൈസർ ഏതാണെന്ന് പറഞ്ഞു അല്ലെ. എന്താ അതിന്റെ പേര്? സൊറ്റോക്സ അനലൈസർ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞ പോലെ എന്തായിരുന്നു? അടുത്തിടെ ഹൈക്കോടതി ഇടപെടലിലൂടെ വാർത്തകളിൽ ഇടം നേടിയ കോട്ടൂളി തണ്ണീർത്തടം. അപ്പോൾ അത് എവിടെയാണെന്ന് പറഞ്ഞു അല്ലെ, കോഴിക്കോടാണ്. അപ്പോൾ മേ ബി അതൊരു തണ്ണീർത്തടമായിട്ട് റാംസർ സൈറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അതിന് പ്രഖ്യാപിച്ചേക്കാം. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും കേട്ടോ. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് കാക്കനാട് വരുന്ന ഒരു ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാർക്കും ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്കും തൊഴിൽ നൽകാൻ ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ഏബിൾ പോയിന്റ് പദ്ധതിയുടെ ആദ്യ ഔട്ട്ലെറ്റ് എവിടെയാണ്? കാക്കനാടാണ്. അതിനുശേഷം പറഞ്ഞത് നമ്മുടെ മൻ കി ബാത്തിലൂടെ നരേന്ദ്രമോദി എന്താണ് പരാമർശ കേരളത്തിലെ ചില കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? അവയവദാനം നടത്തിയ ആലൻ ശർമ്മ എന്ന് പറയുന്ന കുട്ടി. അതിനുശേഷം തൃശ്ശൂരിലുള്ള എന്താണ് പെരിങ്ങോട്ടുകര ഗ്രാമം, അതുപോലെ തന്നെ എന്താണ് തിരുനാവായിൽ നടന്ന കുംഭമേള. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്തത്? നരേന്ദ്രമോദി ഈ ഒരു മൻ കി ബാത്തിലൂടെ പരാമർശിച്ചത്. അതിനുശേഷം സഹാറ മരുഭൂമിയിൽ എന്ത് ചെയ്തു? അടുത്തിടെ സ്പൈനോസോറസ് മിറാബിലിസിന്റെ ഫോസിൽ എന്ത് ചെയ്തു? കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്രമാധ്യമങ്ങൾ അതിനെ ഡ്രാഗൺ ദിനോസർ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്, അതുകൂടെ നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ സമഗ്ര ദേശീയ ഭീകരവിരുദ്ധ നയം ഏതാണെന്ന് പറഞ്ഞു? പ്രഹാറാണ്. അതിന്റെ പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന്, അതായത് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടെ പഠിക്കുക. അതിനുശേഷം ഒരു വിയോഗം പറഞ്ഞു, എഡ്വേർഡ് ഹോഗ്ലാൻഡ് എന്ന് പറയുന്ന പ്രകൃതി സഞ്ചാര സാഹിത്യകാരൻ അന്തരിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതെന്നാണ്? കോഴിക്കോടാണോ, കൊച്ചിയാണോ, കണ്ണൂരാണോ, തിരുവനന്തപുരമാണോ? ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ SIR പട്ടിക, അന്തിമ പട്ടിക വന്നിരിക്കുകയാണ്. സോ അത് പ്രകാരം ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടമാണോ, എറണാകുളമാണോ, തിരൂറാണോ, തൃത്താലയാണോ? അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏത് എന്നാണ്. അപ്പൊ അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ബീഹാർ ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ അനുമതി നിർബന്ധമാക്കാൻ നിയമ ഭേദഗതി ആലോചിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഗുജറാത്ത് ആണ്. സോ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ഫെബ്രുവരി 25, 26 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.